ഹലോ ഫ്രണ്ട്സ്, നമുക്കിപ്പോൾ ഇഷ്ടം പോലെ ചക്ക കിട്ടുന്നൊരു സമയമാണ്. അപ്പോൾ ഒരു ചക്കയൊക്കെ എടുത്ത് ഇതുപോലെ വറുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇനി മഴക്കാലം വരുമ്പോൾ നമുക്ക് സുഖമായിട്ടിരുന്ന് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്കറിയാം, എന്നാലും നമുക്ക് എങ്ങനെ ചക്ക വറക്കാം എന്ന് നമുക്ക് നോക്കാം. ദിസ് ഇസ് ധന്യ സോണി ആൻഡ് വെൽക്കം ടു അവർ ധന്യാസ് വേൾഡ്. ഞാനിവിടെ ചക്കയൊക്കെ വെട്ടി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ നീളത്തിൽ അരിഞ്ഞ് കട്ട് ചെയ്തെടുത്ത് നമ്മുടെ ചക്ക നല്ല പോലെ നമ്മൾ ചക്ക എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെള്ളം കയറാത്ത ചക്ക വേണം എടുക്കാനായിട്ട്. മഴ സീസൺ അല്ലാത്തതുകൊണ്ട് ഇപ്പോൾ കുഴപ്പമില്ല, മഴ പെയ്ത് കഴിഞ്ഞ് ചക്ക വെള്ളം കുടിക്കും. അപ്പോൾ അതുപോലത്തെ ചക്ക എടുക്കാതെ നല്ല ചക്ക നോക്കി എടുക്കുക. എന്നിട്ടൊരു ഉരുളിയോ നല്ല ചീഞ്ചട്ടിയോ എടുത്ത് വയ്ക്കുക. അതിലോട്ട് ചക്ക മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഓയിലോ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചക്ക പീസ് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. അത്യാവശ്യം വെളിച്ചെണ്ണയിൽ മുങ്ങിക്കിടക്കാവുന്ന രീതിയിൽ ഇട്ട് കൊടുത്താൽ മതി, ഓവറായിട്ട് ഇട്ട് കൊടുക്കരുത്. വെളിച്ചെണ്ണയിൽ നല്ലപോലെ കിടന്ന് അത് വറുത്ത് വരണം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം, സൂക്ഷിക്കണം. നല്ല തിളച്ച വെളിച്ചെണ്ണയാണ്. അപ്പോൾ ഒരു പക്കട് ഉപയോഗിച്ചിട്ടോ ചട്ടി പിടിച്ചതിന് ശേഷം ഒക്കെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ നല്ല വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. ചക്ക ഇതുപോലെ വറുത്ത് വരുമ്പോൾ അതിൻ്റെ വെളിച്ചെണ്ണ പൊന്തി വന്ന പതിയൊക്കെ താന്ന് ചക്ക പീസൊക്കെ മുകളിലോട്ട് ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ടാവും. പിന്നെ ഒരു മണലിങ്ങനെ ഇരിക്കുന്ന പോലുള്ളൊരു സൗണ്ടൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്കതിനൊരു പീസ് എടുത്ത് കഴിഞ്ഞ് ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ നല്ല ക്രിസ്പിയായിട്ട് പൊട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചക്ക അത്യാവശ്യമൊക്കെ നല്ലപോലെ വറുത്ത് വന്നിട്ടുണ്ട്. അതുപോലെ വറുത്ത് വന്നതിന് ശേഷം നമുക്ക് അതിലോട്ട് ഒരു ഗ്ലാസ്സിലോട്ട് ഒരു സ്പൂണോളം ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഞാൻ നല്ലപോലെ ഒന്ന് കലക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 2 ടീസ്പൂണൊക്കെ ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് കലക്കി വയ്ക്കുക. അപ്പോൾ ഇനി നമ്മൾ ഈ വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഒരു 1.5 ടീസ്പൂണോളം നമ്മളെടുത്ത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഒഴിക്കുമ്പോൾ തന്നെ നല്ലപോലെ പൊന്തി അങ്ങോട്ട് വരും, നല്ല സൗണ്ടൊക്കെ ഉണ്ടാവും. പൊന്തി അങ്ങോട്ട് വരും, അതൊരു മിനിറ്റിനുള്ളിൽ തന്നെ താന്ന് പൊക്കോളും. ഈ ഉപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റും കൂടി കിടക്കണം. ഈ സമയം നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കാവുന്നതാണ്. 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ചക്ക നല്ലപോലെ വറുത്ത് ക്രിസ്പി ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇത് ഒരു അരിപ്പ് ഉപയോഗിച്ചിട്ട് അത് കോരി എടുക്കാവുന്നതാണ്. അപ്പോൾ കരിഞ്ഞു പോവാതെ ഒരു യെല്ലോ കളറൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടാവും. വീഡിയോയിൽ കറക്റ്റ് യെല്ലോ കളർ കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും ഒരു അത്യാവശ്യം നല്ല യെല്ലോ കളർ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ടാവും. ഈ സമയം നമുക്ക് ചക്ക ഇതുപോലെയുള്ള ഒരു അരിപ്പ് ഉപയോഗിച്ച് കോരി എടുക്കാവുന്നതാണ്. ബാക്കി എല്ലാം കോരിയെടുത്തതിന് ശേഷം നമുക്ക് 2-ാം ട്രിപ്പ് 3-ാം ട്രിപ്പ് ഇതുപോലെ ചക്ക ഇട്ട് കൊടുത്ത് നമുക്ക് വറുത്ത് കോരാവുന്നതാണ്. ഇതുപോലെ തന്നെ ചക്ക അത്യാവശ്യം നല്ലപോലെ വറുത്ത് വന്ന് കഴിയുമ്പോൾ അതിലോട്ട് ഇത് ഉപ്പും മഞ്ഞളും കൂടി കലക്കി വെച്ച വെള്ളം ഓരോ സ്പൂൺ ഒഴിച്ച് കൊടുക്കുക. ഉപ്പ് കൂടിയിട്ടുണ്ടോ എന്ന് നോക്കുക. കൂടിയിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് കുറച്ച് 2-ാം ട്രിപ്പ് 3-ാം ട്രിപ്പൊക്കെ നമ്മൾ ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെയൊക്കെ വറുത്ത് വന്ന് കഴിയുമ്പോൾ വീണ്ടും നമുക്കിത് കോരിയെടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ ചക്കയും ഇതുപോലെ ഇട്ട് വറുത്ത് കോരാം. അത്യാവശ്യം വെളിച്ചെണ്ണയിൽ മുങ്ങി തന്നെ കിടക്കണം. മുങ്ങി കിടന്നില്ലെങ്കിൽ അത് ശരിക്കും അങ്ങോട്ട് വറുത്ത് വരത്തില്ല. അപ്പോൾ നമുക്ക് ചൂടൊക്കെ ആറിയതിന് ശേഷം എയർ ടൈറ്റുള്ളൊരു കണ്ടെയ്നറിലിട്ട് നമുക്കിത് മൂടി വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് വളരെ ക്രിസ്പി ആയിട്ടുള്ള ചക്ക നമ്മൾ വറുത്തെടുത്തേക്കാണ്. അപ്പോൾ എല്ലാവരും ഈ പ്രാവശ്യം ചക്ക വറുത്ത് നോക്കുക. ചക്ക വറക്കാത്തവർക്ക് ചക്ക വറക്കാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റു വീഡിയോ വീണ്ടും വരാം. ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.